പവർ ഹൗസുകളിലടക്കം അപകട നിരക്ക് ഉയരുകയാണ്. എന്നാൽ ഇതിന് KSEB കണ്ടെത്തിയ കാരണം അല്പം വിചിത്രമാണ്. കാരണം എന്താണെന്നല്ലേ പറയാം. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി യോഗ്യതയില്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകിയതാണ് അപകട നിരക്ക് ഉയരാൻ കാരണമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. മസ്ദൂർ ലൈൻമാൻ ആയതും ITIക്കാർ എഞ്ചിനീയർ ആയതുമാണ് ഈ മേഖലയിലെ അപകട നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്ന് വൈദ്യുതി ബോർഡ് വിലയിരുത്തുന്നു. അതേസമയം 1956 വൈദ്യുതി നിയമത്തിന് വിരുദ്ധമാണ് ഇത്തരം നടപടികൾ. ബോർഡിൽ വർക്ക്മെൻ തസ്തികയിൽ നിന്നും ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ 2022 CMD ഉത്തരവിറക്കിയെങ്കിലും നടപ്പായിട്ടില്ല. പലപ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബോർഡിൽ സ്ഥാനക്കയറ്റം നൽകിയിരുന്നു. ഏതാനും വർഷം മുമ്പ് 1179 മീറ്റർ റീഡർമാരെ ഒറ്റയടിക്ക് സബ് എഞ്ചിനീയർമാരാക്കി. 5 വർഷം സർവീസ് പൂർത്തിയാക്കി എന്നത് മാത്രമായിരുന്നു ഇതിനുള്ള മാനദണ്ഡം. ഇവരിൽ പലരും ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ്. ഇതിന് സാങ്കേതിക മികവ് ഒട്ടും ആവശ്യമില്ല. സ്വകാര്യ ITIകളിൽ നിന്നും വയർമാൻ, ഇലക്ട്രീഷ്യൻ കോഴ്സ് പാസ്സായവരാണ് ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നത്. അതേസമയം സബ് എഞ്ചിനീയർമാരുടെ ജോലി അങ്ങേയറ്റം സാങ്കേതിക മികവ് ആവശ്യമായതാണ്. 11 kV പോലുള്ള ഹൈ വോൾട്ടേജ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം നൽകേണ്ടത് സബ് എഞ്ചിനീയർമാരാണ്. എന്നാൽ ചെറിയ വയറിംഗ് ജോലിയെക്കുറിച്ച് പോലും ധാരണയില്ലാത്തവരാണ് പ്രൊമോഷനിലൂടെ സബ് എഞ്ചിനീയർമാരായിരിക്കുന്നത്. വിതരണ ലൈനുകളിലെ വോൾട്ടേജ് സംബന്ധിച്ചോ നിയന്ത്രണം സംബന്ധിച്ചോ ഒന്നും ഇക്കൂട്ടർക്ക് യാതൊരു പ്രായോഗിക ജ്ഞാനവുമില്ല. 1956 വൈദ്യുതി നിയമത്തിൽ ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ യോഗ്യത വേണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതേസമയം ഹൈ വോൾട്ടേജ് ലൈനുകൾ പ്രവർത്തിപ്പിക്കാനും പരിപാലിക്കാനുമുള്ള കുറഞ്ഞ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമയാണ്. ഈ നിയമങ്ങൾക്കെല്ലാം പുല്ലുവില നൽകിയാണ് വൈദ്യുതി ബോർഡും യൂണിയനുകളും തമ്മിലുള്ള ധാരണ പ്രകാരം യോഗ്യതയില്ലാത്തവർക്ക് ഉദ്യോഗ കയറ്റം നൽകിയത്. ഇതിനിടെ ജീവനക്കാർക്ക് പരിശീലനം നൽകാനും KSEB പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്ര പവർ സെക്ടർ സ്കിൽ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വർക്കർ, ലൈൻമാൻ, ഓവർസിയർ, സബ് എഞ്ചിനീയർ എന്നിവർക്ക് 12 ദിവസത്തെ പരിശീലനമാണ് നൽകി വരുന്നത്. മൂലമറ്റം, പെറ്റാർക്കിലും കോഴിക്കോട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം റീജിയണൽ സെന്ററുകളിലുമാണ് പരിശീലനം നൽകുന്നത്. വൈദ്യുതി ബോർഡിൽ 10ാം ക്ലാസ് തോറ്റവർ പോലും കൈപ്പറ്റുന്നത് മാസം 1.5 ലക്ഷം രൂപ വരെ ശമ്പളമാണ്. സബ് എഞ്ചിനീയർ ഗ്രേഡിൽ 10ാം ക്ലാസ് തോറ്റ 451 പേർ 1 ലക്ഷത്തിലേറെ ശമ്പളം കൈപ്പറ്റുന്നവരായുണ്ട്. 10ാം ക്ലാസ് തോറ്റ 451 പേരാണ് നിലവിൽ സബ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി ചെയ്തു വരുന്നതെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി. അവരുടെ ശമ്പളം 1,33,695 രൂപയാണ്. സബ് എഞ്ചിനീയറേക്കാൾ ഉയർന്ന ഗ്രേഡിൽ 10ാം ക്ലാസ് തോറ്റ 34 പേരുണ്ട്. അവരുടെ ശമ്പളം 1,43,860 രൂപയാണെന്നും തൊടുപുഴ സ്വദേശിയായ പൊതുപ്രവർത്തകൻ ഷാജി ഈപ്പനി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഏതാനും വർഷം മുമ്പ് 1179 മീറ്റർ റീഡർമാരെ ഒറ്റയടിക്ക് സബ് എഞ്ചിനീയർമാരാക്കിയിരുന്നു. മീറ്റർ റീഡിംഗ് ആൻഡ് സ്പോട്ട് ബില്ലർ എന്ന തസ്തികയ്ക്ക് ജോലി പൂർണ്ണമായും ക്ലറിക്കലായിരിക്കെയാണ് ഈ ജോലി ചെയ്തിരുന്നവർ 11 kV പോലുള്ള ഹൈ വോൾട്ടേജ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട സബ് എഞ്ചിനീയറുടെ ചുമതലയിലെത്തുന്നത്. ചെറിയ വയറിംഗ് ജോലിയെക്കുറിച്ച് പോലും ധാരണയില്ലാത്തവരാണ് പ്രൊമോഷനിലൂടെ സബ് എഞ്ചിനീയർമാരായിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ഥാനക്കയറ്റം നൽകുന്നതുകൊണ്ട് KSEB എന്താണ് ഉദ്ദേശിക്കുന്നത്? മതിയായ വിദ്യാഭ്യാസമില്ലാത്തവരെ, പ്രായോഗിക ജ്ഞാനമില്ലാത്തവരെ സ്വതാൽപര്യപ്രകാരം ജോലിക്കെടുക്കുകയും സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസമുള്ളവർ പോലും ജോലിയില്ലാതിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡും യൂണിയനുകളും തമ്മിലുള്ള ധാരണ പ്രകാരം യോഗ്യതയില്ലാത്തവർക്ക് ഉദ്യോഗക്കയറ്റം നൽകിയത് അർഹരായ ഉദ്യോഗാർത്ഥികളോടുള്ള ചതി തന്നെയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.